ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ കോഫി മഗ്. ഞാൻ ലിഷ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയുടെ റെസിപ്പിയാണ്. ഓട്ട്മീൽ ആൽമണ്ട് സ്മൂത്തി. ഡയറ്റ് നോക്കുന്നവർക്കും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു സ്മൂത്തിയാണിത്. ഓട്സ് ഫൈബർ റിച്ചും ധാരാളം മിനറൽസും വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ളതാണല്ലോ. ഇത് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും വെയിറ്റ് കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് സ്മൂത്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഓട്ട്മീൽ സ്മൂത്തി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഓട്സ് ആദ്യം ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അതിന് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട്. റോൾഡ് ഓട്സ് ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 15 മിനിറ്റ് കുതിരാനായി മാറ്റിവെക്കാം. അടുത്തതായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 10 ബദാമാണ്. ഇതിലേക്ക് മുങ്ങിക്കിടക്കാൻ ആവശ്യമായ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതും 15 മിനിറ്റ് കുതിരാനായി മാറ്റിവെക്കാം. കുതിർന്നതിന് ശേഷം തൊലി കളഞ്ഞെടുക്കണം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കുതിരാൻ വെച്ചിരുന്ന ഓട്സ് നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് വെള്ളത്തോടു കൂടി ഇട്ട് കൊടുക്കാം. അടുത്തതായി ഞാനിവിടെ 5 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. കുരു കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇതും ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന ബദാം തൊലി കളഞ്ഞെടുത്തത്. നന്നായി പഴുത്ത ഒരു വലിയ പഴം. ഇത് ചെറിയ പീസുകളായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പഴം ഏത് വേണമെങ്കിലും എടുക്കാട്ടോ. ഞാനിവിടെ റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. നേന്ത്രപ്പഴമോ ഞാലിപ്പൂവൻ പഴമോ ഏത് വേണമെങ്കിലും എടുക്കാം. ചെറിയ പഴമാണെങ്കിൽ 1.5 പഴമൊക്കെ എടുക്കാട്ടോ. അടുത്തതായി 1 ടേബിൾ സ്പൂൺ തേൻ. ഇത് ഓപ്ഷനിലാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് തേനിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താവുന്നതാണ്. ഇതൊരു ഹെൽത്തി ഡ്രിങ്ക് ആയത് കാരണമാണ് ഞാൻ പഞ്ചസാര ചേർക്കാത്തത്. അതുപോലെ തന്നെ തേൻ വളരെ ഹെൽത്തിയുമാണല്ലോ. അതുപോലെ തന്നെ മധുരം താല്പര്യമില്ലാത്തവർ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാട്ടോ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചതാണ്, സിനമൺ പൗഡർ. അവസാനമായി 1/2 കപ്പ് പാല്. ഈ പാലിന് പകരം സോയാ മിൽക്കോ ആൽമണ്ട് മിൽക്കോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓട്ട്മീൽ ആൽമണ്ട് സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിന് മുകളിലേക്ക് കുറച്ച് ബദാം പീസുകളും തേനും ഒഴിച്ച് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ഹെൽത്തിയും ന്യൂട്രീഷ്യസുമായിട്ടുള്ളതും വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നതുമായ ഒരു സ്മൂത്തിയാണിത്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.